ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പത്തിന് കോളേജിൽ പോകാൻ പതിയില്ലാത്തൊരു മടി. അങ്ങനെ പിന്നെ കുറച്ച് നേരം കട്ടിലേലിരുന്നുകൊണ്ട് ആ എഴുന്നേറ്റ പാടെ ഇരുന്ന് ആലോചിച്ച് ഇന്ന് കോളേജിൽ പോകണോ വേണ്ടയോ എന്നാണ്. അവസാനം പിന്നെ ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ശരി, ഇന്ന് നമുക്ക് കോളേജിൽ പോവാം, എന്തായാലും വിഷുവൊക്കെ ആവല്ലേ, അപ്പോൾ അതിനൊരു ലീവൊക്കെ എടുക്കാമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പോയി. കട്ടിലേലിരുന്നുള്ള അരമണിക്കൂറത്തെ ആലോചനയ്ക്ക് ശേഷം പിന്നെയാണെങ്കിൽ എൻ്റെ ആലോചന മൊത്തം ഇന്ന് ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതായിരുന്നു. ഇന്നാണെങ്കിൽ കളർ ഡ്രസ്സായിരുന്നേ. അങ്ങനെ പിന്നെ കുറേ നേരം അലമാരയുടെ ഡോറും തുറന്ന് അകത്തേൽ ആട്ടി നിന്ന്. ബാക്കി ആ ഡോറ് പറഞ്ഞു പോകും കയ്യിലിരിക്കാഞ്ഞത്. അവസാനം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ചുരിദാറും പാൻറ്റും കൂടി ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഉണ്ടായിരുന്ന മടിയെല്ലാം മാറ്റി വെച്ച് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി നമ്മൾ രാവിലെ തന്നെ ഒരു കുളിയും തേവാരെല്ലാം കഴിഞ്ഞ്. ഇന്നാണെങ്കിൽ കളർ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ രാവിലെ തല നനച്ചു. ഈ യൂണിഫോം ഇടുന്ന ദിവസങ്ങളിൽ ഞാൻ തല നനയ്ക്കാറില്ല, കാരണം മുടിയാണെങ്കിൽ കെട്ടി വെക്കണേ. ആ തലയിൽ കെട്ടിയിരുന്ന തോർത്തുമെല്ലാം അഴിച്ചു വെച്ച് കുറേ നേരം കെട്ടിക്കൊണ്ട് നടന്നാൽ എനിക്കാണെങ്കിൽ പഴലിക്കുവേദനയും തലവേദനയൊക്കെ എടുക്കും. തലമുടിയിലെ വെള്ളമെല്ലാം നല്ലപോലെ തോർത്തിക്കളഞ്ഞിട്ട് പിന്നെ നമ്മളാണെങ്കിൽ മുടിയിലോട്ട് കൊത്തുപണി തുടങ്ങി. എനിക്കാണെങ്കിൽ മുടിയിൽ വലിയ മിനുക്ക് പരിപാടിയൊന്നും അറിയാൻ മേലാത്തത് കൊണ്ട് രണ്ട് സൈഡിലോട്ടും ഇട്ട് മുടിയിൽ ജടയെല്ലാം വിടർത്തിയിട്ട് നമ്മളാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ഇച്ചിരി മുടിയെടുത്ത് ഇറുക്കിയെടുത്ത് തലയെ കുത്തി. എനിക്കാണ് എൻ്റെ മുടിയിൽ താജ്മഹൽ പണിയാൻ ആകപ്പാടെ അറിയാവുന്ന ഈ രണ്ട് സൈഡിൽ നിന്ന് ഇച്ചിരി മുടി എടുത്തിട്ട് ഇറുക്കിയെടുത്ത് കുത്തി പിന്നെ പോണിട്ടയിൽ കെട്ടിക്കൊണ്ട് പോകുന്നത്. അത് ഈ ഇടയ്ക്ക് പഠിച്ചതാണ്, കോളേജിൽ കെട്ടിക്കൊണ്ട് പോകണം എന്നുള്ളതും കൊണ്ട്. ഇല്ലെങ്കിൽ അതും എനിക്കറിയത്തില്ലായിരുന്നു. ഈ ചുരിദാർ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എനിക്കെൻ്റെ അമ്മ തയ്ച്ചു തന്നതാണ് ഈ ചുരിദാർ. ബാക്ക് ടു ദ പോയിൻറ്റ്. നമ്മൾ മുടിയിലെ മുഖത്തെ മിനുക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ആ ഐ ഡി കാർഡ് എടുത്ത് കഴുത്തിലിട്ട് കോളേജിൽ പോകാനായിട്ട് താഴോട്ട് ചെന്നു. താഴെ ചെന്ന് വെള്ളം നിറച്ചിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഇവിടുന്ന് നടന്ന് കോളേജിൽ ചെല്ലുമ്പോഴത്തേനും അവിടെ ചെല്ലുമ്പോൾ വെള്ളം കിട്ടാതെ ചാവേണ്ടി വരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.